പ്പെട്ടവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളും പ്രധാനപ്പെട്ട വാർത്തകളും നമുക്ക് അറിയാം. പ്രത്യേകിച്ച് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിസ്സിംഗ് ആയ ആൾക്കാരുമായി ബന്ധപ്പെട്ടും അവരുമായി ബന്ധപ്പെട്ടുള്ള FIR രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അത് സ്പീഡായിട്ട് ഈ FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയും സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. മാർത്താണ്ഡത്തും നാം അറിഞ്ഞതുപോലെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ആ കുടുംബത്തിനുള്ളത്. നമ്മുടെ നെയ്യാറ്റിൻകരയിലെ വിദ്യാർത്ഥിയാണ്, അവിടെ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഈ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ന്യൂസും ബാക്കി കവറേജൊക്കെ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് വരേണ്ടത്. പക്ഷേ അതിന് മുന്നേ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നാം എല്ലാവരും അത് അഡ്രസ്സ് ചെയ്യണം. സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ മറ്റുള്ളവർ അറിയണം. അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ മക്കളുടെയൊക്കെ തന്നെ അവരുടെ ജീവൻ രക്ഷിക്കുവാനായിട്ടും അത് നിലനിർത്തുവാനായിട്ടും സാധിക്കും. ഇപ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവും. അതോടൊപ്പം തന്നെ ഈ വീഡിയോയും ലൈക്ക് ചെയ്യുവാനായിട്ടും കമൻറ്റ് ചെയ്യുവാനായിട്ടും മറക്കാതിരിക്കുക. എന്നാൽ മാത്രമേ റീച്ചും കിട്ടുകയുള്ളൂ. കേരള ഹൈക്കോടതി, സുപ്രീം കോടതി വിധികൾ. കാണാതാകുന്ന വ്യക്തികളുടെ പ്രായമോ ലിംഗമോ നോക്കാതെ FIR രജിസ്റ്റർ ചെയ്യണം. സുപ്രീം കോടതി. കൈക്കൂലി തുക കണ്ടെത്തുന്നത് മാത്രം മതിയാകില്ല, കൈക്കൂലി ആവശ്യപ്പെട്ടതായി തെളിയിക്കണം. സുപ്രീം കോടതി. മാതാപിതാക്കളുടെ സ്വത്തിൽ നിന്ന് മക്കളെ ഒഴിപ്പിക്കാൻ സീനിയർ സിറ്റിസൺ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. സുപ്രീം കോടതി. ക്രിസ്ത്യൻ ഭാര്യയ്ക്ക് നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ ഫാമിലി കോടതിയിൽ വിവാഹമോചന ഹർജി നൽകാം. കേരള ഹൈക്കോടതി. പ്രധാന വാർത്തകൾ. മാർത്താണ്ഡത്തെ നഴ്സിംഗ് കോളേജിൻ്റെ 3-ാം നിലയിൽ നിന്നും ചാടി നെയ്യാറ്റിൻകരയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. രാഹുൽ ഗാന്ധി ന്യൂഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണം അവസാന ഘട്ടത്തിലെന്ന് പ്രകാശ് രാജ്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിലെ UGC നെറ്റ് പരീക്ഷകൾ റദ്ദാക്കി. കേരള ഗവർണർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയെ വിളിച്ചുപോയി. കാണാതാകുന്ന വ്യക്തിയുടെ പ്രായമോ ലിംഗമോ നോക്കാതെ FIR രജിസ്റ്റർ ചെയ്യണം. സുപ്രീം കോടതി. ഇതൊരു പ്രധാനപ്പെട്ടൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്. സുപ്രീം കോടതി മുൻ പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൽ പേഴ്സൺ എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു. അതിൽ പല യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ്സും അതിന് വ്യാഖ്യാനം, പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വ്യാഖ്യാനം കൊടുത്തു. അപ്പോൾ ഈ പ്രായമായവരെയും പുരുഷന്മാരെയൊക്കെ അതിൽ ഉൾക്കൊള്ളാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി സ്ട്രിക്റ്റ് ഡയറക്ഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും കൊടുത്തു എന്നതാണ്. അതായത് ഈ പേഴ്സൺ എന്നുള്ളത് എല്ലാവരും വരും, പ്രായമായവരും ലിംഗഭേദമന്യേ എല്ലാവരും അതിൽ വരും. പ്രത്യേകിച്ച് മിസ്സിംഗ് കേസസിൽ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യണം. പ്രാഥമികമായ അന്വേഷണമോ ഒന്നും നടത്താതെ തന്നെ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്ത് അവരെ കണ്ടെത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായാൽ സുപ്രീം കോടതി അലക്ഷ്യ നടപടികൾ ഇവർക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വ്യക്തമായ, ഈ സംസ്ഥാനങ്ങൾക്കെതിരേക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വ്യക്തമായ വാർണിംഗും കൊടുത്തു എന്നതാണ്. അടുത്തത് കൈക്കൂലിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്കറിയാം, പല സാഹചര്യങ്ങളിലും ഫിനോക്സിലിൻ ഉപയോഗിച്ചാണ് ഈ കൈക്കൂലി വാങ്ങുന്ന പബ്ലിക് സർവൻസിനെ അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ കൈക്കൂലി വാങ്ങിയെന്നത് തെളിയിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പല സാഹചര്യങ്ങളിലും ഇവരെ പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഉണ്ടാവാതിരിക്കുക എന്നതാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഈ കുറ്റം ചെയ്തവർക്ക് ഉള്ളൊരു ഡിഫൻസ് ആയിട്ടല്ല, അല്ലാതെ ഈ പല സാഹചര്യങ്ങളിലും ഇവർക്കിത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അതിലൊന്ന് ഒഴിവാക്കുക എന്നതാണ് സുപ്രീം കോടതിയുടെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ ഈ വിധിയിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ തെളിവ് വേണം. അതായത് നോട്ട് കെട്ടുവെച്ച് ഇവരെ പബ്ലിക് സർവൻസിനെ, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പിടിച്ചു എന്നതല്ല, അല്ലാതെ ഇവർക്ക് ഈ ബ്രൈബ്, ഈ അഴിമതി പണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, കൈക്കൂലി പണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് വ്യക്തമായ ഉദ്ദേശം വേണമെന്നത് അത് ആ പ്രയർ സിറ്റുവേഷൻ മുതലേ, ആദ്യത്തെ സിറ്റുവേഷൻ മുതലേ അത് വേണമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വിധിയായിട്ടുള്ളത്, മാതാപിതാക്കളുടെ
അവരുടെ പ്രോപ്പർട്ടീസിൽ നിന്നും അവരുടെ വസ്തുക്കളിൽ നിന്നും അവരെ മക്കൾ നോക്കിയില്ലെങ്കിൽ മക്കളെ ആ വസ്തുക്കളിൽ നിന്നും പുറത്താക്കുവാനായിട്ട് സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ട്രിബ്യൂണലിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. ആ ട്രിബ്യൂണലിൽ വരുന്നത് ജില്ലാ കളക്ടറാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വ്യക്തമായ അധികാരമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളെ നോക്കാതെ പല മക്കളും അവരുടെ വസ്തു മാത്രം വേണം, അല്ലെങ്കിൽ അവരുടെ പണം മാത്രം വേണം, പക്ഷെ അവരെ നോക്കാത്ത സാഹചര്യം അത് ഒഴിവാക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. ക്രിസ്ത്യൻ ഭാര്യയ്ക്ക് നിലവിൽ താമസിക്കുന്ന ആ സ്ഥലത്തെ ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കാം എന്ന കേരള ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണയായി നിലവിൽ നിൽക്കുന്ന നിയമം അനുസരിച്ചുള്ളത് ഏത് സ്ഥലത്താണോ ഇവർ തമ്മിലുള്ള പ്രശ്നം നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഭാര്യയും ഭർത്താവും റിസൈഡ് ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത്, ആ അധികാര പരിധിയിലുള്ള ജൂറിസ്ഡിക്ഷനിലുള്ള ഫാമിലി കോർട്ടാണ് കേസ് കൊടുക്കാനായി സാധിക്കുന്നത്. ഇത് എവിടെയാണോ ഈ ക്രിസ്ത്യൻ ഭാര്യ താമസിക്കുന്നത് അവിടുത്തെ ഫാമിലി കോടതി കൊടുക്കാം എന്നൊരു സൗകര്യപ്രദമായ ഒരു വിധിയാണ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അടുത്തതായുള്ള വാർത്ത എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർത്താണ്ഡത്തെ നേഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ്. നമുക്കെല്ലാവർക്കും വളരെ വേദന ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ആണ് അവരുടെ ഭവനമായിട്ടുള്ളത്, അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഒരു മരണത്തിന് ശേഷം, ഒരു ആത്മഹത്യക്ക് ശേഷം വലിയ ന്യൂസ് ആവാറുണ്ട്, ഒരുപാട് പേർ അറിയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ ജീവൻ നമുക്കൊരിക്കലും രക്ഷിക്കുവാനായി സാധിക്കും. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം, അത് മീഡിയ ഏറ്റെടുക്കണം. ആ ഒരു റെലവൻസ്, ആ ഒരു ഇമ്പോർട്ടൻസ് സൊസൈറ്റിക്ക് വേണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയാസും അതോടൊപ്പം തന്നെ ഫാമിലിയും എല്ലാവരും അത് ഇടപെട്ട് അവർക്ക് അതിൻ്റെ ഒരു റിലീഫ് കിട്ടണം. അത് മീഡിയസിലൂടെയും ന്യൂസ് ചാനൽസിലൂടെയൊക്കെ ആണെങ്കിലും ആ ഒരു റിലീഫ് ലഭിച്ചാൽ നമുക്ക് പല ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ആ സിസ്റ്റമാണ് പ്രോബ്ലമെങ്കിൽ അത് മാറ്റുവാനായിട്ടും സാധിക്കും. ഇപ്പോൾ റീസെൻ്റായി നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ന്യൂഡൽഹി അവിടുത്തെ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം BJP പ്രൊട്ടസ്റ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിനുള്ള വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അഴിമതികൾ, പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ട്, അവർക്ക് നല്ല ഭാവി ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ UGCയിലൂടെയൊക്കെ, നീറ്റിലൂടെ, അതോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസിയിലൂടെ NTA-യിലൂടെയൊക്കെ നല്ലൊരു ഭാവിയാണ് നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലൂടെ. പക്ഷേ ഈ ഒരു സാഹചര്യം വളരെ വേദനാജനകമായ ഒരു സാഹചര്യം, ഇത് മാറിയേ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് CJP ധർണ നടത്തിയത്. ആ ധർണ നടത്തിയ ഒരു CJP പ്രവർത്തകൻ്റെ അവിടെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, അദ്ദേഹത്തിന് വലിയൊരു ഇഞ്ചുറി സംഭവിച്ചു. എന്നിട്ട് ഇതുവരെയും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധി സ്റ്റേഷനിൽ പോയിരുന്നു, 6 മണിക്കൂറോളം പ്രതിഷേധിച്ചു FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവസരമാണ്. കാരണം എല്ലാവർക്കും, ജെൻസീസിനും പേരൻസിനും എല്ലാവർക്കും വലിയൊരു അവമതിപ്പാണ് സെൻട്രൽ ഗവൺമെൻറ്റിനെ പറ്റി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് ശക്തമായ പ്രതിഷേധങ്ങളും, പ്രതിഷേധിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതും അവരെ കൂടെ നിർത്തുക എന്നതും ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രകാശ് രാജ് പറഞ്ഞൊരു കാര്യമാണ്, ഫാസിസ്റ്റ് ഭരണത്തിന്, കേന്ദ്ര ഫാസിസ്റ്റ് ഭരണത്തിന് അവസാനമുണ്ടാവാറ എന്നതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ സെയിം കാര്യം തന്നെയാണ്. ഏകദേശം 12 വർഷത്തോളം ആരും ചോദ്യം ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോയൊരു ഭരണമാണ്. പക്ഷേ ഇപ്പോൾ പല പാളിച്ചകളും തുറന്നു കാട്ടുന്നുണ്ട്. എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം, തുല്യമായ അവസരങ്ങൾ ലഭിക്കണം. നമ്മുടെ മക്കൾ പലപ്പോഴും പുറത്തു പോകുന്നത് ഇവിടെ നല്ല അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്, നല്ല വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണ്, നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങണം. അതിന് മെച്ചപ്പെട്ട എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. UGC നെറ്റ് പരീക്ഷയിൽ പ്രധാനപ്പെട്ട സബ്ജക്ട്സായ കൊമേഴ്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജിയൊക്കെ മറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ എക്സാമിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സാം റദ്ദാക്കി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് ക്രമക്കേടുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറിയേ പറ്റൂ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചു അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനുള്ള നല്ല റിസൾട്ടും കിട്ടിയേ പറ്റൂ. നല്ല എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നതാണ്.
അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും പി എസ് സിയും ബന്ധപ്പെട്ടും നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. രാജ്ഭവനിലേക്ക്, ലോക്ഭവനിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുമുണ്ട്. ഇത് അതുമായി ബന്ധപ്പെട്ടും ഈ നമ്മുടെ കേരളത്തിലെ DGPയെയും സെക്രട്ടറിമാരെ വിളിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഉചിതം ഗവൺമെൻറ് വഴി ഗവർണർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ ഗവൺമെൻറ് സർപ്രൈസ് ചെയ്ത് വരുന്നു എന്ന പ്രതീതിയാണ് വരുന്നത്. അപ്പോൾ PSC ബന്ധപ്പെട്ടുള്ള നിരവധി ക്രമക്കേടുകൾ, പരീക്ഷ തട്ടിപ്പ്, സ്വജന പക്ഷപാതം, അങ്ങനെ നിരവധി ക്രമക്കേടുകളുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് പോവുക. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മക്കളുടെ ഭാവിയാണ്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റംസിൻ്റെ, ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയൊക്കെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. സുതാര്യമായി മുന്നോട്ട് പോവുക. ഏറ്റവും അർഹർക്ക് അവരുടെ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. കൂടുതൽ റീച്ച് കിട്ടിയാൽ എനിക്കും വീഡിയോകളെ പ്രചോദനം ലഭിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച തുടർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളും വാർത്തകളൊക്കെ അറിയാം. എല്ലാവർക്കും ബൈ.